റേമയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. റേമയുടെ വചന വിചിന്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം വീശുന്നു എന്ന് അറിയുന്നതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. ഇന്ന് വചന വിചിന്തനത്തിനായി നമ്മളോടൊപ്പമുള്ള ബഹുമാനപ്പെട്ട വൈദികർ ജിസ്മോൻ മാടശ്ശേരി അച്ഛൻ, ജോസഫ് ഓണാട്ടച്ചൻ, ജോസ് തയ്യിലച്ചൻ, അഖിൽ പത്തിലച്ചൻ. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിലുള്ള ജീവിതം, പരിശുദ്ധാത്മാവിനെ ആരാധിക്കണം. എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കും, പരിശുദ്ധാത്മാവിനെ നമ്മൾ മാമോദീസായിലൂടെ സ്വീകരിച്ചതാ, സ്ഥൈര്യലേപനത്തിലൂടെ ഉറപ്പിച്ചതാ, നമ്മൾ കാറ്റഗിസത്തിൽ പഠിച്ചിട്ടുള്ള കാര്യം. പിന്നെ എന്തിനാണ് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്? ഇത് നിങ്ങളിൽ പലർക്കുമുള്ള ഒരു സംശയമായിരിക്കാം. നമ്മൾ ഏതൊരു പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ, ഞങ്ങൾ അച്ഛന്മാര് ഒരു പരിപാടി ആരംഭിക്കുമ്പോൾ, ഒരു പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയോട് തുടങ്ങുന്നത്. അതെന്തിനാണ് പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുന്നത്? നിങ്ങൾ ധ്യാനങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. സ്കൂളുകളിൽ ക്ലാസ് ചിലപ്പോൾ തുടങ്ങുന്നത്, നമ്മുടെ ക്രിസ്തീയ സ്കൂളുകളിൽ നോക്കിയോ ചിലപ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നത്. എന്തിനാണ് എപ്പോഴും പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുന്നത്, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത്? ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ മാമോദീസായിലൂടെ സ്വീകരിച്ചതല്ലേ? നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ലേ? അവിടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന വചനഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. നമ്മൾ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ അത് കണ്ടതാ. അവിടെ ഉത്ഥാനത്തിന് ശേഷം ഈശോ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവിടെ ശിഷ്യന്മാർക്ക് സമാധാനം 3 പ്രാവശ്യം കൊടുത്തിട്ട് അവരിൽ പരിശുദ്ധാത്മാവിനെ നിശ്വസിച്ചു. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ശിഷ്യന്മാർക്ക് മാറ്റം ഉണ്ടാകണം. ഭയന്ന് വിറച്ചാണ് ശിഷ്യന്മാരിയ്ക്കുന്നത്, അവർക്ക് മാറ്റം ഉണ്ടാവണം. പക്ഷെ അവർക്ക് മാറ്റം ഉണ്ടായോ എന്നുള്ളതൊരു ചോദ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് 21-ാം അധ്യായത്തിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഈ ശിഷ്യന്മാർ അവരവരുടെ പഴയ ജോലിയിലേക്ക് തിരിച്ചുപോയി എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നീട് എപ്പോഴാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങിയത്? അത് പെന്തക്കോസ്താ ദിവസത്തിന് ശേഷം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചത് കൊണ്ട് മാത്രമായില്ല, പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉത്തേജിപ്പിക്കണം. അതെല്ലാ ദിവസവും സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ വർഷം പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കണമെന്നില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു, നല്ല പ്രാർത്ഥനയിലായിരുന്നു എന്നതുകൊണ്ട് ഇന്ന് ഞാൻ പ്രാർത്ഥനയിലായിരിക്കണമെന്നില്ല. നമ്മുടെ ആത്മീയ ജീവിതം എന്നും ഒരുപോലെ ആയിരിക്കില്ല. അപ്പൊ ഓരോ ദിവസവും പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ, അരൂപിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനോട് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, ഉത്തേജിപ്പിക്കണം. തീർച്ചയായിട്ടും നമുക്ക് എല്ലാ ദിവസവും ഈ പരിശുദ്ധാത്മാവിന് വലിയ നിറവ് ആവശ്യമാണ്. പൗലോസ്ലീഹ തിമോത്തിയോസിനെ എഴുതിയ 2-ാം ലേഖനത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, 1-ാം അധ്യായം 6-ാം തിരുവചനം, എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. നമുക്കറിയാം, പൗലോസ്ലീഹ ഇത് ഓർമ്മപ്പെടുത്തുന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ്. നിസ്സംശയം സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്, ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു. കാരണം അവൻ്റെ ജനനം തന്നെ കാണുന്നത് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അങ്ങനെയാണ് വചനം മാംസമായി ഭൂമിയിലേക്ക് വന്നത്. എന്നാൽ അവൻ്റെ രഹസ്യ ജീവിതത്തിന് ശേഷം പരസ്യ ജീവിതത്തിലേക്ക് ഈശോ ഇറങ്ങുമ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈശോയുടെ ജ്ഞാനസ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേലെ എഴുന്നള്ളി വരുന്നതാണ്. അതിനുശേഷം ഈശോയെ മരുഭൂമിയിലേക്ക് നയിച്ചത്, ചിലപ്പോഴൊക്കെ ചോദിക്കുമ്പോൾ ആളുകൾ പറയും പിശാചി മരുഭൂമിയിലേക്ക് നയിച്ചു. അങ്ങനല്ല വചനം പറയുന്നത്. പരിശുദ്ധാത്മാവ് ഈശോയെ ദുഷ്ടാത്മാവിനാൽ പീഡിപ്പിക്കപ്പെടുന്നതിനോ അല്ലെ പ്രലോഭിപ്പിക്കപ്പെടുന്നതിനോ മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ വീണ്ടും വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം. ഈശോ അത് തന്നെയാണ് തൻ്റെ ജീവിത കാലഘട്ടത്തിൽ പറയുന്നത്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ദരിദ്രരോട് സുവിശേഷം, മർദ്ദിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. അപ്പൊ ഈശോയ്ക്ക് പോലും ഈശോ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് ഈശോയ്ക്ക് പരിശുദ്ധാത്മാവിനെ കുറഞ്ഞു പോയിട്ടല്ല, മറിച്ച് നമുക്കൊരു മാതൃകയാകാൻ വേണ്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോകേണ്ടത്. ഇത് തന്നെയാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിലും. അവര് പരിശുദ്ധാത്മാവിന് ഈശോ നിശ്വസിച്ചിട്ട് പോലും
വീണ്ടും അവർ പഴയ ജീവിതത്തിലേക്ക് ഇറങ്ങിയെങ്കിലും പെന്തക്കോസ്തായ ലെവലിൽ പരിശുദ്ധാത്മാവ് വന്നിറഞ്ഞു. എന്നിട്ട് വീണ്ടും കാരാഗ്രഹവാസവും അടിയും സെൻഹദ്രീൻ സംഘത്തിന്റെ ഭീഷണിയൊക്കെ വന്നു കഴിയുമ്പോൾ ഇവർ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരിങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. അങ്ങയുടെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിച്ചത് വചനം പ്രസംഗിക്കാനുള്ള ധൈര്യത്തിന് വേണ്ടിയും അവർ പ്രസംഗിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷെ അവിടെ ദൈവം അവർക്ക് നൽകുന്നത് ഇതിനുള്ള പ്രത്യേക വരങ്ങളല്ല, മറിച്ച് അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അപ്പം ധൈര്യത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചപ്പോഴും വചന അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും അവരിൽ നിറഞ്ഞത് പരിശുദ്ധാത്മാവാണ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്: ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കൂ, അന്വേഷിക്കുവാൻ കണ്ടെത്തും, മുട്ടുവാൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. അതെന്താണ് ലഭിക്കുന്നതെന്ന് പറയുന്നുണ്ട്. മകൻ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുവോ, അപ്പം ചോദിച്ചാൽ തേളിനെ കൊടുക്കുവോ എന്നെല്ലാം പറഞ്ഞിട്ട് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അപ്പൊ ഇതെല്ലാം ചോദിക്കുമ്പോൾ നമ്മളിൽ നിറയുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പം പരിശുദ്ധാത്മാവിനാൽ അനുദിനം നയിക്കപ്പെടുന്ന ഒരു ജീവിതമാകണം ക്രൈസ്തവൻ്റേത് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഈ ക്രൈസ്തവന്റെ അനുദിന ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, പല ക്രൈസ്തവ കുട്ടികളും ഇന്നത്തെ കാലഘട്ടത്തിൽ കുമ്പസാരത്തിന് പിന്നോക്കം പോകുന്നുണ്ട്. അപ്പം ഞാൻ കുമ്പസാരിക്കേണ്ട കാര്യമുണ്ടോ? ചിലർ വീട്ടിലൊക്കെ നമുക്ക് ചെല്ലുമ്പോൾ പറയാം, അച്ഛാവും വർഷങ്ങളായിട്ട് കുമ്പസാരിച്ചിട്ടില്ല, ഭർത്താവ് കല്യാണം കഴിഞ്ഞപ്പനെ കുമ്പസാരിച്ചില്ല, കെട്ടുകുർബാന കഴിഞ്ഞപ്പനെ ഇങ്ങേര് കുമ്പസാരിച്ചിട്ടില്ല. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ പൊതുവായിട്ട് ചേട്ടന്മാരും പിള്ളേരൊക്കെ പറയുന്നത്, അച്ഛാ വലിയ കാര്യമായിട്ട് പാപങ്ങളൊന്നുമില്ല, അതങ്ങനെ ഓർമ്മയൊന്നുമില്ല, അങ്ങനെ പറഞ്ഞ് തിരസ്കരിക്കുന്ന ഒരു സന്ദർഭം ഇന്നത്തെ കാലഘട്ടത്തിൽ മിക്ക സ്ഥലങ്ങളിലും മിക്ക ഇടവകളിലും ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വചനം വെച്ച് ചിന്തിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഉണ്ടെങ്കിലാണ് നമ്മുടെ പാപാവസ്ഥയെ പറ്റി, നമ്മളായിരിക്കുന്ന പാപങ്ങളെ പറ്റി ഒരു ബോധ്യമുണ്ടാവുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ വന്ന് പാപത്തെയും കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം നൽകുമെന്ന്. അപ്പം നമ്മൾ പാപത്തിലാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ ചെയ്തത് പാപമാണ്, അങ്ങനെ പാപം ചെയ്തു പോയ പാപങ്ങളൊക്കെ നിരയായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. അപ്പം അനുദിന ജീവിതത്തിൽ ഒരു നല്ല കുമ്പസാരം നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തിയുടെ ഒരു ആത്മീയ ജീവിതത്തിന് ഒരു വളർച്ച വേണമെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് ഈ ആത്മാവിനെയാണ്, അല്ലെങ്കിൽ ആത്മാവിലുള്ള ഒരു ജീവിതമാണ്. അനുദിന ജീവിതത്തിൽ പാപത്തിലാണെങ്കിലും പാപവീഴ്ചയിലാണെങ്കിലും നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ പരിശുദ്ധാത്മാവാണ് എന്ന ബോധ്യമാണ് വരേണ്ടത്. ശരി, ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു. ഇപ്പം നമ്മൾ ഇപ്പം കുറച്ചുകൂടെ വെളിച്ചത്തിലാണല്ലോ. നമ്മൾ സാധാരണ കാണുന്നൊരു കാര്യമാണ്, ഈ മാർപ്പാപ്പയൊക്കെ എല്ലാ ആഴ്ചയും കുമ്പസാരിക്കും, ശരിയല്ല? അപ്പോൾ അവർ വെള്ളിയാഴ്ച ദിവസം കുമ്പസാരിക്കും, അല്ലെങ്കിൽ കൊച്ചു ത്രേസ്യൊക്കെ 2 ദിവസം കൂടുമ്പോൾ 3 ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കും. പക്ഷെ നമ്മൾ ഒരാഴ്ച, 2 ആഴ്ച, അല്ലെങ്കിൽ 1 മാസം, ചിലർ 6 മാസം. അപ്പോൾ അവർ പറയുന്ന എക്സ്ക്യൂസ്, ഇതിപ്പോൾ ജിസ്മോനച്ചൻ പറഞ്ഞ പോലെ വലിയ പാപമൊന്നുമില്ല, ഞാനങ്ങനെ വലിയ കാര്യമായിട്ട് പാപം ചെയ്യുന്നൊന്നും ഇല്ല എന്നൊരു എക്സ്ക്യൂസാണ് അവർ പറയുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവരുടെ പാപത്തെക്കുറിച്ച് അവർക്ക് ബോധ്യമാകുക. ഒരു ഉദാഹരണം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഗുഡ്നസ് TV-യിൽ ഷൂട്ടിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്കറിയാം ഇത് സ്റ്റുഡിയോയാണ്, സ്റ്റുഡിയോയിൽ ഒരുപാട് വെട്ടമുണ്ട്, നമ്മളെല്ലാം നല്ല വെളിച്ചത്തിലാണ് ക്യാമറയിൽ പകർത്തുക. അപ്പോൾ ഞാൻ ലോഹ ഒന്നും കൂടെ ഒന്ന് നോക്കും, ചെളിയുണ്ടോ, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ കുർബാനയ്ക്ക് പോകുന്നവരല്ല, നമ്മൾ എവിടെയെങ്കിലും കുർബാനയ്ക്ക് ശുശ്രൂഷയ്ക്ക് പോകുന്നവരല്ല നമ്മൾ ഇവിടെ. കാരണം ഇവിടെ കുറേ കൂടെ വെളിച്ചമുണ്ട്. നമ്മൾ ഇരുട്ടത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ വസ്ത്രത്തിലെ അഴുക്ക് നമുക്ക് അത്ര കണ്ട കാര്യമായിട്ട് കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ എത്രമാത്രം നമ്മൾ വെളിച്ചത്തിലേക്ക് വരുന്നുവോ അപ്പോൾ കൂടുതൽ നമ്മുടെ ശരീരത്തെ അഴുക്ക് നമുക്കും മറ്റുള്ളവർക്കും കാണാനായിട്ട് സാധിക്കും. എന്നതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ എത്രമാത്രം നിറയുന്നുവോ, ദൈവത്തോട് നമ്മൾ എത്രമാത്രം അടുക്കുന്നുവോ, അല്ലെങ്കിൽ സൂര്യപ്രകാശത്തോട് സത്യപ്രകാശത്തോട് നമ്മൾ എത്രമാത്രം അടുക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ഉള്ളിലെ ഇരുട്ടെത്രയാണ്, അഴുക്കെത്രയാണ്, പാവം എത്രയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് ബോധ്യമാകും. അതുകൊണ്ട് തന്നെയാണ് ഈശോയിലേക്ക് കൂടുതൽ അടുക്കുന്ന വിശുദ്ധർ, മാർപ്പാപ്പ, ഇവരൊക്കെ കൂടെ കുമ്പസാരിക്കുന്നത്. അവർ കൂടെ അടുക്കുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ദൈവമേ, പരിപൂർണ സത്യമായ പ്രകാശമായ നിന്നിലേക്ക് ഞാൻ നിന്നെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വീണ്ടും പാപിയാണല്ലോ എന്നുള്ള ചിന്ത അവരെ അലട്ടുകയും അവർ പോയി കുമ്പസാരിക്കുകയും ചെയ്യുന്നത്. ഇത് വലിയ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനം തന്നെയാണ്. അതാണ് പാപബോധവും പശ്ചാത്താപവും നൽകുന്നത് പരിശുദ്ധാത്മാവാണെന്ന് പറയുന്നത്. നമ്മൾ ഈ ധ്യാനങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും
ആദ്യ ദിവസങ്ങളിലൊക്കെ പലരോടുമൊക്കെ സംസാരിക്കുമ്പോൾ കുമ്പസാരത്തെ വലിയ സീരിയസ് ആയിട്ടൊന്നും ആരും എടുക്കാറില്ല. എന്നാലും ഒരു 2-3 ദിവസം വചനത്തിൻ്റെ വെളിച്ചം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ചിലപ്പം വർഷങ്ങളോ പതിറ്റാണ്ടുകളോ കുമ്പസാരിക്കാത്തവർ വളരെ നിലവിളിച്ചല്ലേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു പാപം ഏറ്റുപറയുന്ന കാണാം. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. അവിടെ ഈ ധ്യാനം കഴിയുമ്പോൾ നമ്മൾ പിന്നെയും വീണ്ടും പിന്നോക്കം പോകുന്ന ഒരു അവസ്ഥ കാണുന്നത്. അതുകൊണ്ടാണ് അച്ഛൻ ആദ്യം തന്നെ പറഞ്ഞത് അനുദിനം ഇതിനെ ഉജ്ജ്വലിപ്പിക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം. അതായത് ഞാനൊരു കഥയും കൂടെ ഓർക്കണം. ഞാൻ പറയുകയാണ്, ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ വണ്ടിയൊന്നും ഇല്ലാത്തൊരു ഗ്രാമമാണ്. അപ്പോൾ അവിടെ കാളവണ്ടിയൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗ്രാമത്തിൽ ആദ്യമായിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ധനികനായിട്ടൊരു മനുഷ്യൻ കാറ് വാങ്ങിച്ചു. പക്ഷേ കാർ ഓടിക്കാൻ ആ നാട്ടിലെ ആർക്കും അറിയത്തില്ല. ആദ്യമായിട്ടാണ് അവരെ കാറ് കാണുന്നത്. അപ്പോൾ കാറ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ കാളവണ്ടി അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരെ വലിയ യജമാനന്മാരൊക്കെ കയറ്റിയെടുത്ത് ചുമന്നുകൊണ്ട് കാണണം, മലക്ക് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം അങ്ങനെയാണ് പോവുക. അപ്പോൾ കാളവണ്ടികൾ നമ്മൾ ഉന്തിക്കൊണ്ടാണല്ലോ പോവുക. ഇതുപോലെ ഇവരെന്ത് ചെയ്തു, ആ യജമാൻ കാറിനകത്ത് കയറിയിരുന്നു. ദാസന്മാരെല്ലാം വിളിച്ച് അവർ കാർ ഉന്തുവാണ്. അപ്പോൾ അതിനുശേഷമാണ് ഒരു കാർ ഓടിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി, പുതിയൊരു വ്യക്തി ഗ്രാമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം സ്റ്റാർട്ട് ചെയ്യാത്തപ്പം അതിൻ്റെ ഉപയോഗം എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല. അതുപോലെ തന്നെ നമ്മളാണെങ്കിലും ഇപ്പോൾ വിദേശത്ത് കുറേ പേര് നമ്മുടെ വീട്ടുകാരൊക്കെ പോകുന്നുണ്ട്. വണ്ടി വീട്ടിൽ കിടക്കുക, അപ്പോൾ ഇവരെന്ന് പറയും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരണം, എന്നാലേ ഇതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ എന്നും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഗുണം പൂർണ്ണതയിൽ നമുക്ക് ലഭിക്കും. ഈ പാപബോധവും പശ്ചാത്താപവും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയും, ഇന്ന് ലോകത്തിന്റെ ഒരു വലിയൊരു പ്രശ്നം എന്തായിട്ട് മാർപ്പാപ്പ പാപബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഈ പാപബോധം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ആരും കുമ്പസാരിക്കാത്തത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പാപബോധം നഷ്ടപ്പെടുന്നത്? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കുന്നില്ല. അപ്പൊ 2 കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കണം. ഇപ്പം അച്ഛൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വിശുദ്ധരായ ആളുകൾ, അപ്പം മാർപ്പാപ്പമാര് അല്ലെങ്കിൽ വിശുദ്ധരായ വ്യക്തികളെല്ലാം അടിക്കടെ കുമ്പസാരിക്കുന്നു. അതിനൊരു കാരണം, പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരു കാര്യം അത്യാവശ്യമാണ്, പാപം നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. പാപം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അതൊരു തടസ്സമാണ്. അത് അവർക്കറിയാം പരിശുദ്ധാത്മാവിനാലാണ് നയിക്കപ്പെടേണ്ടത്. തീരുമാനങ്ങൾ എടുക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. ഇപ്പം ഇത് ശരിയാണോ തെറ്റാണോ, അതാണ് പാപവും നീതിബോധവും എല്ലാം. ഇത് നീതിയാണോ അനീതിയാണോ, ഇത് പാപമാണോ, ഇത് നന്മയാണോ, ഇത് തിന്മയാണോ എന്ന് മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ഉള്ളിൽ ഉള്ള പരിശുദ്ധാത്മാവ് വേണം ആ പ്രചോദനം നൽകാൻ. ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ എന്നിൽ പാപം ഉണ്ടാകരുത്. പാപം ഉണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റില്ല. കാര്യം നമുക്കറിയാം, പാപാവസ്ഥയിലേക്ക് വീണാൽ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടാം. മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവ് സ്വീകരിച്ചു നമ്മളെല്ലാം. ഈ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുമോ എന്നൊരു ചോദ്യം നമുക്കുണ്ട്. നഷ്ടപ്പെടാം. വചനത്തിൽ തന്നെയുണ്ട്. ദാവീദ് പാപം ചെയ്തപ്പം ആത്മാവ് അവൻ പ്രാർത്ഥിക്കുന്ന നല്ല സങ്കീർത്തനത്തില്, എന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. അപ്പൊ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടാം. സാവൂള് ആത്മാവ് നഷ്ടപ്പെട്ടു അവനിൽ നിന്ന്. സാംസൺ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടത് അവൻ അറിഞ്ഞില്ല, ആത്മാവ് നഷ്ടപ്പെട്ടത് അവൻ അറിഞ്ഞില്ല. അപ്പൊ പാപം ചെയ്യുമ്പോൾ ആത്മാവ് നഷ്ടപ്പെടും. അപ്പൊ ആത്മാവ് പ്രവർത്തിക്കാൻ പറ്റില്ല. തീരുമാനമെടുക്കുന്നത് ചിലപ്പോൾ തെറ്റിപ്പോവും. അതുകൊണ്ടൊക്കെയാണ് ഈ മാർപ്പാപ്പമാരും വിശുദ്ധരുമായ വ്യക്തികളെല്ലാം അടിക്കടി കുമ്പസാരിക്കുന്നത്, പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി. അതുപോലെ പ്രാർത്ഥനാ ജീവിതത്തിന് പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നത് ആരാ? പരിശുദ്ധാത്മാവാണ്. അപ്പൊ ഈശോ ആത്മാവിൽ നിറഞ്ഞാണ് പ്രാർത്ഥിക്കാനും പോകുന്നത്. ആ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങുമ്പോൾ ആത്മാവിൽ നല്ല നിറഞ്ഞാണ് വരുന്നത്, ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവാണ് എല്ലാത്തിനും സഹിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. നമ്മൾ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ആത്മാവ് അവാച്യമായ നെടുവീർപ്പുകളാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ നയിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയാണെന്നാണ് പറയുന്നത് നമ്മുടെ സ്തുതിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. അവിടെ വാക്കുകൾക്ക് പ്രസക്തിയില്ല. പല വിചാരങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ്, അല്ലെ സ്തുതിപ്പ് എന്ന് പറയുന്നത്. അത് സഭ വേണ്ടാന്ന് വെച്ചിരിക്കുന്ന പ്രാർത്ഥനയൊന്നുമില്ല. പലരും പറയുന്നത് ഇത് മറ്റ് ചില ഡിനോമിനേഷനുകളുടെ പ്രാർത്ഥനയാണ്. അല്ല, ശിഷ്യന്മാരെ പ്രാർത്ഥിച്ചിരുന്ന രീതി അതായിരുന്നു. അവർ സ്തുതിച്ച് ദേവാലയത്തിൽ അനുദിനം സ്തുതിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ യഹൂദരുടെ പ്രാർത്ഥനാ രീതിയിൽ ഇത് തന്നെയായിരുന്നു. അവർ സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ദാവീദ് വാഗ്ദാന പേടകം തിരികെ കൊണ്ടുവരുമ്പോൾ പാട്ടുപാടി നൃത്തം ചെയ്ത് താൻ നഗ്നനാണെന്നുള്ള ബോധം പോലും നഷ്ടപ്പെട്ട് അവൻ സ്തുതിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ ഇത് പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളില്
ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടപ്പോൾ അവർ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു. അപ്പൊ ഈ ബന്ധനങ്ങളിൽ നിന്നെല്ലാം വിടുതൽ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്കറിയാം, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളെ ബന്ധിക്കുന്ന ഒത്തിരി തിന്മകളുണ്ടാകും. അത് പൈശാചികമായ ചില പ്രലോഭനങ്ങളാകാം, നമ്മൾ ചിലപ്പം പാപത്തിന്റെ അവസ്ഥകളിൽ ചിലപ്പം കിടക്കുമ്പോഴായിരിക്കും ദുശീലങ്ങൾ. ഇവയിലൊക്കെ വന്നു കഴിയുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ നഷ്ടപ്പെട്ടു പോകും. ഇതാണ് വചനത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകും. ജെറമിയായുടെ പുസ്തകത്തിലാണ് അവിടെ പറയുന്നത്, നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും. ജെറമിയ 13-ാം അധ്യായം 17-ാം തിരുവചനമാണ്. ഈ അനുസരണക്കേടൊക്കെ കാണിക്കുമ്പം നമ്മുടെ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് കരയും. കുറച്ചു നേരം നമ്മൾ ഇത് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് ചിലപ്പോൾ നമ്മളിൽ നിന്ന് വിട്ടുപോകാം. അതുകൊണ്ടാണ് ദാവീദും പ്രാർത്ഥിച്ചത്, നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ്. പ്രാർത്ഥനയിലൂടെ നമ്മളിൽ വന്ന് നിറയുന്ന ഒരു ഇപ്പം റോമാ ലേഖനത്തിൽ നമ്മൾ നേരത്തെ ധ്യാനിച്ച വചനഭാഗം തന്നെ എടുത്തു കഴിയുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ പരിശുദ്ധാത്മാവ് അവാച്യമായ നെടുവീർപ്പുകളാൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു, എന്നാൽ ആത്മാവ് ദൈവഹിതം അനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. അപ്പം വചനഭാഗം റോമ 8-ാം അധ്യായം 26-27 തിരുവചനങ്ങളാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, പ്രാർത്ഥിക്കുന്നതൊന്നും നടക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നത് നടക്കുന്നില്ല. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവഹിതം അനുസരിച്ചല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്നുള്ളതാണ്. പക്ഷെ സ്തുതിയുടെ പ്രാർത്ഥനകളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ പല വിചാരങ്ങൾ പോലും പ്രാർത്ഥനയായിട്ട് ഉയരുകയാണ്. അപ്പം ദൈവം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു സയൻസ് ഗ്രൂപ്പ് എടുക്കണമെന്നാണ് ഞാൻ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെന്ന് കരുതുക. പക്ഷേ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ആ സയൻസ് ഗ്രൂപ്പിന് ചിലപ്പോൾ അഡ്മിഷൻ കിട്ടാതെ ദൈവം ചിലപ്പോൾ നമുക്ക് അഡ്മിഷൻ തരുന്ന കൊമേഴ്സിനായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും പ്രാർത്ഥിച്ചതല്ലല്ലോ നടന്നത്. എന്നാൽ ഈ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഈ കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്താലും നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല. കാരണം അതാണ് വചനത്തിൽ വീണ്ടും ഈ 8-ാം അധ്യായം 26 കഴിഞ്ഞിട്ട് 28-ാം തിരുവചനത്തിൽ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അപ്പോൾ ആ 10-ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് സയൻസ് കിട്ടാത്തത് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുത്തിയേക്കാം. എന്നാൽ 2 വർഷം കഴിഞ്ഞിട്ട് കൊമേഴ്സ് അവൻ പഠിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സായി കഴിയുമ്പം അവന് ചിലപ്പം നല്ലൊരു നിലയിലേക്ക് എത്താൻ സാധിക്കും. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് എൻ്റെ അനിയൻ്റെ ജീവിതത്തിൽ നടന്നതാണ്. 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് വലിയ പ്രതീക്ഷയോട് സയൻസ് ഗ്രൂപ്പ് ഒന്നും കിട്ടാതെ കൊമേഴ്സ് കിട്ടിയതാണ്. എന്നാൽ ഇന്ന് അവൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് മാറാൻ സാധിച്ചു. എൻ്റെ കാര്യം ദൈവം അത് നന്മയ്ക്കായിട്ട് പരിണമിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പരാജയങ്ങൾ പോലും നന്മയാക്കി മാറ്റാൻ ദൈവത്തിൻ്റെ ആത്മാവിന് സാധിക്കും. കാരണം അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ആത്മാവാണ് നമുക്ക് വേണ്ടി. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ പ്രാർത്ഥനകളും നോക്കിയറിയാം, വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരിക്കാം. ചിലപ്പോൾ വീട് വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ വിവാഹം നടക്കാണ്ട് വിവാഹം നടത്തിപ്പിനായിട്ട്, അല്ലെങ്കിൽ ജോലി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളുടെ ഒരു കുറവ് നികത്താൻ വേണ്ടിയുള്ള ഒന്നായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴുമുള്ള പ്രാർത്ഥന. അപ്പോൾ ഈ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ശരിക്കും പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്നാണ് സുവിശേഷകൻ നമുക്ക് പങ്കുവെച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ പല കാര്യങ്ങൾക്കും കുറവുണ്ട്. പക്ഷെ ആ കുറവുകളൊക്കെ വിവിധ കാര്യങ്ങളായിരിക്കാം. എനിക്ക് ചിലപ്പോൾ അച്ഛനായിട്ടിരിക്കുമ്പോൾ വലിയ വിശുദ്ധിയോടെ ജീവിക്കാനുള്ള ഒരു കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് എങ്കിൽ മറ്റെല്ലാ കുറവുകളും ഈ പരിശുദ്ധാത്മാവ് നോക്കിക്കൊള്ളും. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു പക്ഷേ വിവാഹത്തിന് വേണ്ടി, കടം മാറാൻ വേണ്ടി, വീട് നിർമ്മിക്കാൻ വേണ്ടി, അങ്ങനെ ഒത്തിരി വിവിധമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒക്കെ പൂർണ്ണതയിലേക്ക് നമ്മൾ മാറ്റപ്പെടും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ ആദ്യം സ്വീകരിക്കേണ്ടത് സത്യത്തിൻ്റെ ആത്മാവിനെയാണ്. ദൈവം നമുക്ക് നൽകിയ ആത്മാവിനെയാണ്. അത് സ്വീകരിച്ചു കഴിയുമ്പോൾ ജീവിതത്തിൽ മറ്റെല്ലാ കാര്യങ്ങളും, മറ്റെല്ലാ ബലഹീനതകളും
മാറിപ്പോകും എന്നാണ് സുവിശേഷകൻ നമുക്ക് ശരി, പങ്കുവെച്ചത്. അത് അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു വ്യക്തി ഒരിക്കലും ഇന്ന കാര്യം വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കില്ല എന്നാണ് പറയുക. കാരണം പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് തന്നെ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണല്ലോ വചനം പറയുക, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. അത് നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവിനെ തരണമേ, ഈശോയെ പരിശുദ്ധാത്മാവിനെല്ലാം നിറയ്ക്കണമേ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞുതരും. ഒത്തിരി കുട്ടികളുടെ എക്സാമ്പിളൊക്കെ നമ്മൾ കാണാറുണ്ട്. അവരുടെ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് അവരുടെ ജീവിത അഭ്യർത്ഥന നടത്തി കൊണ്ടുപോയത്. പലരും പറയുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്നു, പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ മടുപ്പ് തോന്നുന്നു, കുറച്ച് സമയം കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകാൻ തോന്നുന്നു, പ്രാർത്ഥനയിൽ ഒരു രസം കണ്ടെത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിലൊരു സൗന്ദര്യം കണ്ടെത്താൻ പറ്റുന്നില്ല. അത് ഈ ആത്മാവിന്റെ കുറവ് കൊണ്ടായിരിക്കാം മിക്കവാറും. കാര്യം ഇപ്പോൾ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു പ്രാർത്ഥിക്കാൻ. ഈ ആത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഹൃദയങ്ങൾ തമ്മിൽ പ്രാർത്ഥിക്കാൻ. അതായത് എന്നിലുള്ള ആത്മാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം ആ രസം കണ്ടെത്തുമ്പം പിന്നെ നമ്മൾ അവിടെ ആവശ്യങ്ങളല്ല പറയുന്നത്. ഈ ആവശ്യങ്ങൾ പറയുമ്പോഴാണ് ആവശ്യം കിട്ടാതാവുമ്പോൾ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നും, പല വിചാരം വരും. അതിന് പകരം ആവശ്യങ്ങളെല്ലാം മേറി ഞാനും എൻ്റെ ദൈവവും തമ്മിൽ ഹൃദയബന്ധമുള്ള ഒരു പ്രാർത്ഥനകൾ നടത്തുമ്പോൾ അവിടെ ആവശ്യങ്ങളില്ല, അവിടെ വേറെ പല കാര്യങ്ങളുമായിരിക്കാം പറയാൻ പോകുന്നത്, സ്നേഹത്തെക്കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. അപ്പോഴാണ് ഈ പ്രാർത്ഥന ഒരു രസമായി മാറുന്നത്. അപ്പോഴാണ് ചിലപ്പോൾ ഒരു പ്രാർത്ഥനാ വരം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയാൻ പറ്റുക. അപ്പോഴാണ് നമുക്ക് എത്ര ഇരുന്നാലും പല വിചാരം വരത്തില്ല, അതല്ലെങ്കിൽ ഉറക്കം വരില്ല. അപ്പം ഈ അരൂപിയിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മളവിടെ പഠിക്കണം. ഇനി അരൂപിയിൽ നിറഞ്ഞുള്ള ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ പറയും ക്ഷമിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒരു വ്യക്തി അരൂപിയിലാണോ ജീവിക്കുന്നതെന്ന് അറിയാൻ എന്താ ചെയ്യേണ്ടത്? അവനിൽ സ്നേഹമുണ്ടോ, ക്ഷമയുണ്ടോ, ദയയുണ്ടോ, കരുണയുണ്ടോ, സൗമ്യതയുണ്ടോ, ആത്മസംയമനമുണ്ടോ, വിശ്വാസം ഉണ്ടോ എന്നൊക്കെ നോക്കിയാൽ മതി. ഇതവനിൽ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവൻ ആത്മാവിലല്ല ജീവിക്കുന്നത്. കാര്യം ആത്മാവിന്റെ ഫലങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടാകും. നമുക്ക് ആത്മാവിനാൽ നിറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗാനം ആലപിക്കാം. നമുക്കറിയാമല്ലോ, ശിഷ്യന്മാർ ധൈര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ വന്ന് നിറഞ്ഞു. സ്ലീഹന്മാരിൽ നിറഞ്ഞ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും നമ്മുടെ കരങ്ങളൊക്കെ ഒരു യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്ലീഹന്മാരിൽ നിറഞ്ഞ ആത്മാവേ നമ്മളിൽ നിറയണമേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയെ നയിക്കണേ, ദൈവാരൂപിയെ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയെ നയിക്കണേ, സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയെ നയിക്കണേ. പ്രാർത്ഥനയാൽ നിറഞ്ഞ ഒരു നല്ല ഒരാഴ്ച ആശംസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാനും ഈശോയെ രക്ഷകൻ എന്ന് പറഞ്ഞ് ഏറ്റുപറയുവാനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനും നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈശോ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.